ബിഗ് ബോ സീസൺ 7 ആരംഭിക്കാൻ പോകുന്നു. അതിൻ്റെ പ്രൊമോ ഒക്കെ പുറത്തു വന്നു. ഏകദേശം ഓഗസ്റ്റ് മാസം ആദ്യവാരത്തിൽ തന്നെ ഇതിറക്കും എന്ന് തന്നെയാണ് അറിയാൻ പറ്റുന്നത്. ഏതായാലും ഇതിൻ്റെ പ്രൊമോകളൊക്കെ അടിപൊളി പ്രൊമോകളാണ്. കഴിഞ്ഞ സീസണുകളെ അപേക്ഷിച്ചൊക്കെ ലാലേട്ടൻ്റെ വരവും ഒക്കെ കൊള്ളാം. പക്ഷേ പരിപാടി തുടങ്ങിക്കഴിയുമ്പം എവിടം വരച്ചെന്ന് എത്തും എന്നറിയില്ല. ഓരോ സീസണിലും ബിഗ് ബോസിനെ സംബന്ധിച്ച് അവർ പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെയൊക്കെയുള്ള ആൾക്കാരെ കയറ്റി വിട്ട് കഴിഞ്ഞാൽ അവിടെ നല്ല കളി നടക്കുമെന്നൊക്കെ പ്രതീക്ഷയാണ് കയറ്റി വിടുന്നത്. പക്ഷെ അവിടെ ചെന്നിട്ട് എന്തായാലും 100 ദിവസം കാശുമുണ്ട്, ആഹാരമുണ്ട്, എല്ലാം കൂടെ കിട്ടിക്കഴിയുമ്പം അവരങ്ങ് മടിയന്മാരായി പോകുന്നതാണ് നമ്മൾ കാണുന്നത്. പിന്നെ അവിടെ കയറി കഴിയുമ്പോൾ പരമാവധി കളിക്കാനൊന്നുമല്ല അവർ ശ്രമിക്കുന്നത്. എങ്ങനെയും പരമാവധി ദിവസങ്ങൾ തള്ളി നീക്കുക, അതിലൂടെ നല്ലൊരു വരുമാനം നേടുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് എല്ലാവരും നിൽക്കുന്നത്. അപ്പം ഇതിലെ കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എനിക്ക് പ്രൈസ് നേടണം എന്നുള്ള ആവശ്യത്തോടെ മുന്നോട്ട് പോവുകയും അവിടെ കളിക്കുകയൊക്കെ ചെയ്തായിട്ടു. ബാക്കി എല്ലാവരും മോശമാണ്. കഴിഞ്ഞ സീസൺ തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ ജിൻഡോ, ജാസ്മിൻ, ഗബ്രി ഒന്നും ഇല്ലായിരുന്നെങ്കിൽ ആ സീസൺ വളരെ മോശമായി മാറിയാണ്. പിന്നെ ബിഗ് ബോസിനെ പറ്റിയ ഒരു വ്യക്തിയായിരുന്നു നമ്മുടെ റോക്കി ഇടയ്ക്ക് തൻ്റെ ദേഷ്യം സഹിക്കാൻ വയ്യാതെ അടികൊണ്ട് പുറത്തു പോവുകയും ചെയ്തു. അപ്പോൾ ഈ സീസണിൽ ആരൊക്കെ വരാൻ സാധ്യതയുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. ഇത് എനിക്ക് ബിഗ് ബോസുമായിട്ടൊന്നും യാതൊരു ബന്ധമില്ലേ. അവിടുത്തെ അണിയറ പ്രവർത്തകരുമായിട്ടൊന്നും നമുക്ക് രഹസ്യബന്ധമോ അവിടുന്ന് കിട്ടിയ വാർത്തകളൊന്നും 100% കൺഫേം ഒന്നും പറയാനില്ല. നമ്മളേതെങ്കിലുമൊക്കെ പേര് പറയുകയാണ്. ഇവരൊക്കെ വന്നു കഴിഞ്ഞാൽ കൊള്ളാമെന്നാണ് എൻ്റെ ഒരു തോന്നൽ. ആദ്യത്തെ പേര് സോഷ്യൽ മീഡിയയിലെ മിന്നും താരം, ഇപ്പോഴും മിന്നിക്കൊണ്ടിരിക്കുന്ന താരം രേണു സുധി ഈ പ്രാവശ്യത്തെ ബിഗ് ബോസ് സീസൺ 7 വരാനുള്ള സാധ്യത കാണുന്നൊരു മത്സരാർത്ഥിയാണ്. ഒരുപക്ഷെ ബിഗ് ബോസ് മുന്നിൽ കണ്ടുകൊണ്ടാകാം രേണു ഇത്രയും വിവാദങ്ങൾ ഇവിടെ ഉണ്ടാക്കുന്നത് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അല്ലെങ്കിൽ ഈ വിവാദങ്ങളെല്ലാം തന്നെ വലിയ കുഴപ്പമില്ലാത്ത ചെറിയ ചെറിയ വിവാദമാണ്, എങ്ങനെയും കാശ് ഉണ്ടാക്കുക എന്നുള്ള തന്ത്രം തന്നെയായിരിക്കാം രേണു പ്രയോഗിക്കാൻ പോകുന്നത്. ബിഗ് ബോസ് സീസൺ 7 ഒരു മത്സരാർത്ഥിയായിട്ട് നമുക്ക് 50% കൂടുതൽ പ്രതീക്ഷിക്കാവുന്ന ഒരു വ്യക്തി തന്നെയാണ് രേണു സുധി വരാനുള്ളൊരു കാരണം, സുധിയുടെ ഒരു കൂട്ടുകാരൻ ഇന്ന് ഒരു ഇൻ്റർവ്യൂ നടത്തിയപ്പോൾ പറയുന്നത് കേട്ടു, ബിഗ് ബോസിലൊക്കെ പോയി നന്നായി വരട്ടെ എന്നൊക്കെ പറയുന്നു. അപ്പോൾ ഇത് കൺഫേം ആയിട്ടുണ്ടോ എന്നറിയില്ല. ഏതായാലും ഈ വിവാദങ്ങളെല്ലാം ബിഗ് ബോസിലേക്ക് രേണുവിൻ്റെ വരവ് സൂചിപ്പിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആദ്യത്തെ വ്യക്തി രേണു സുധി തന്നെയാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. മറ്റൊരു വ്യക്തി നമ്മൾ ആറാട്ടണ്ണൻ, അലൻ ജോസ് പെരേര. ഈ 2 വ്യക്തികൾ സോഷ്യൽ മീഡിയയിലെ താരങ്ങളാണ്. അവരെന്ത് ചെയ്യുന്നതെന്ന് അവർക്ക് തന്നെ അറിയില്ല. അങ്ങനെയുള്ളവരെയാണ് ബിഗ് ബോസിന് ആവശ്യം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അലൻ ജോസിനെക്കാട്ടിലും ബിഗ് ബോസിന് പറ്റിയ സാധനം ആറാട്ടണ്ണൻ തന്നെയാണ് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട്. ആറാട്ടണ്ണനെ സംബന്ധിച്ച് വലിയ പ്രശ്നമൊന്നുമില്ല. നടികളുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പുറകെ നടന്ന് ശല്യപ്പെടുത്തുന്ന രീതിയിലുള്ള പല പല പ്രശ്നങ്ങളുണ്ടാകും. അപ്പം ഇവിടെ ഒരു 100 ദിവസം എല്ലാവരുമായിട്ട് ഒന്നിച്ച് അദ്ദേഹത്തിന് കഴിയാൻ പറ്റുമോ? അദ്ദേഹത്തിൻ്റെ പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ഒരു ഫേക്ക് വേർഷനാണ് അദ്ദേഹം എന്ന് തോന്നിയിട്ടുണ്ട്. സോഷ്യൽ മീഡിയയിലെ കണ്ടൻറ്റിന് വേണ്ടി ക്രിയേറ്റ് ചെയ്യുന്നൊരു സാധനം, നല്ല വിദ്യാഭ്യാസമുള്ള ഒരു മനുഷ്യനാണെന്നൊക്കെ അദ്ദേഹം പറയുന്നു. പക്ഷേ ആ വിദ്യാഭ്യാസത്തിൻ്റെതായ യാതൊരുവിധ പ്രകടനവും അദ്ദേഹം സോഷ്യൽ മീഡിയയിൽ കാണിച്ചു വെക്കുന്നില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംസാരത്തിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് എന്തൊക്കെ അറിയാം, എല്ലാത്തിനെ പറ്റി ഒരു കഴിവുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. പക്ഷേ എന്താണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് അറിയില്ല. ഇത് സോഷ്യൽ മീഡിയയ്ക്ക് വേണ്ടി ആൾക്കാരെ രസിപ്പിക്കാൻ വേണ്ടി ചെയ്യുന്നതാണോ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. അപ്പോൾ ആറാട്ടണ്ണൻ ബിഗ് ബോസിൽ വന്നാൽ ആറാട്ടണ്ണൻ്റെ യഥാർത്ഥ സ്വഭാവം കാണാൻ പറ്റും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു വ്യക്തി ഞാൻ പറഞ്ഞ പോലെ ആറാട്ടനോ അലൻ ജോസ് പെരേരയോ വരാൻ സാധ്യത കാണുന്നു. 2 പേരും കൂടെ വരാനുള്ള സാധ്യത ഞാൻ ഒട്ടും കാണുന്നില്ല. അലൻ ജോസ് പെരേര ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ മുഖം എന്താണെന്ന് നമുക്ക് ഇത്രയും നാളായിട്ട് അറിയില്ല.
ഇങ്ങനെയൊക്കെ ഒരാൾക്ക് പെരുമാറാൻ പറ്റുമോ എന്നൊക്കെ പലപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. കാരണം റീൽസിലായാലും പിന്നെ ഞാൻ എപ്പോഴും ചിന്തിക്കും, ഈ വൾഗർ കാണിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മളെ രസിപ്പിക്കാൻ വേണ്ടി അദ്ദേഹം അങ്ങനെ ചെയ്യുന്ന വെറുപ്പിക്കൽ കാണാനും കൂടിയാണല്ലോ നമ്മൾ. അല്ലെങ്കിൽ നല്ല രീതിയിലൊക്കെ റീൽസൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ആരാണ് ഇന്നത്തെ കാലത്ത് കാണുന്നത്? ഇങ്ങനെ വെറുപ്പീരിലൂടെ മാത്രം റീൽസ് വരുമ്പോഴാണ് നമ്മൾ കാണുന്നത്. അപ്പം വിവാദങ്ങളിലൂടെ ഉയർന്നു വന്ന ഒരു വ്യക്തി തന്നെയാണ് അലഫൻറ്റോ പെരേര എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് എനിക്ക് തോന്നുന്നു ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ഇത് 10 ആളെ അറിയണം എന്നുള്ള താല്പര്യം, അതിനുവേണ്ടി ചെയ്തു കൂട്ടുന്ന കോപ്രായങ്ങൾ തന്നെയാണ്. ഇപ്പം പലരും കുറ്റപ്പെടുത്തുന്നതിടയിലും എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, ഒരു വേദനിക്കുന്ന മനസ്സ് അദ്ദേഹത്തിൻ്റെ ഉള്ളിലും കാണും, എല്ലാവരുടെയും മനസ്സിൽ കാണത്തില്ലേ. അപ്പോൾ യഥാർത്ഥ അലൻ ജോസ് പെരേര എന്താണെന്നറിയാൻ വേണ്ടി എനിക്കറിയാൻ താല്പര്യമുണ്ട്. അത് ബിഗ് ബോസിൽ വന്നു കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. പിന്നെ ഇവരുടെ ആറാട്ടൻ്റെ അലൻ ജോസ് പെരേരയുടെയും രേണുവിൻ്റേത് യഥാർത്ഥ സ്വഭാവം, സോഷ്യൽ മീഡിയയിൽ കാണുന്ന സ്വഭാവം തന്നെയാണ് ബിഗ് ബോസിലെങ്കിൽ ഒരു പൊരിഞ്ഞ അടി തന്നെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അത് നമുക്ക് അത്യാവശ്യമാണല്ലോ. അപ്പം ബിഗ് ബോസ് കാണാൻ നമുക്കൊരു താല്പര്യം കൂടുകയും ചെയ്യും. മറ്റൊരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട തൊപ്പിയും ഈ പറയുന്ന പോലെ പലരും അദ്ദേഹത്തിന് ഒരു ഫേക്ക് മുഖമാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അദ്ദേഹം കാണിക്കുന്നതും ചെയ്യുന്നതും എല്ലാം തന്നെ പ്രേക്ഷകരെ രസിപ്പിക്കാനും പ്രേക്ഷകരുടെ പിന്തുണ കണ്ടെത്താൻ, അത് നേരത്തെ തന്നെ മനസ്സിലാക്കിയൊരു വ്യക്തിയാണ് തൊപ്പി എന്ന് തോന്നുന്നു. വിവാദങ്ങളാണ് ജനങ്ങൾക്ക് ഇഷ്ടമെന്ന് മനസ്സിലാക്കുകയും ബുദ്ധിപരമായി കളിച്ച് സോഷ്യൽ മീഡിയയിലെ ഒരു മിന്നും താരമായി മാറിയിരിക്കുന്ന വ്യക്തി തന്നെയാണ് നമ്മുടെ തൊപ്പി എന്ന് പറയുന്ന വ്യക്തി. ഈ തൊപ്പി കുറച്ച് നാളായിട്ട് അദ്ദേഹം ബിഗ് ബോസിലേക്ക് വരുന്നു എന്ന് പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഒരു പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ കാണും അദ്ദേഹത്തെ തിരഞ്ഞെടുത്തത്. പക്ഷേ അതിനു മുമ്പ് തന്നെ അദ്ദേഹം തുറന്നു പറഞ്ഞു, ഞാൻ ബിഗ് ബോസിലേക്ക് പോകുന്നു, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോസ്റ്റൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോഴത്തേന് ബിഗ് ബോസ് അദ്ദേഹത്തെ വിളിച്ചില്ല എന്നാണ് അറിയാൻ പറ്റുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം തൊപ്പി ഉണ്ടോ ഇല്ലയോ എന്നാണ് അറിയാൻ പറ്റുന്നത്. തൊപ്പിയും കൂടെ ഉണ്ടെങ്കിൽ ഈ പ്രാവശ്യത്തെ സീസൺ ഒരു വല്ലാത്ത ലെവൽ സീസൺ തന്നെ ആയിരിക്കും. അപ്പം ആദ്യത്തെ ഇതായിട്ട് ഞാൻ എൻ്റെ പ്രതീക്ഷയിലുള്ള 2-4 താരങ്ങൾ, എല്ലാവരുടെ പേരും കൂടെ ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ അത് അത്ര ഇതല്ലല്ലോ. അപ്പം രേണുസുതി, അതുപോലെ അലൻ ജോസ് പെരേരയോ ആറാട്ടണ്ണനോ, മറ്റൊരു വ്യക്തി തൊപ്പിയും ഇവരെല്ലാവരും ആലോചിച്ച് നോക്കി, ഇവർ 4 പേരും കൂടെ ബിഗ് ബോസിൽ ഉണ്ടെങ്കിൽ എന്തായിരിക്കും പുകിലല്ലേ? ബിഗ് ബോസ് ഒന്ന് തിളച്ചു മറിയും. നമ്മൾ ഇത്രയും നാളും കണ്ട ബിഗ് ബോസ് ആയിരിക്കത്തില്ല ഈ സീസൺ. അപ്പം ബിഗ് ബോസ് നന്നാവണം, ആൾക്കാർ കാണണം എന്നൊക്കെ ബിഗ് ബോസ് ടീം ആത്മാർത്ഥമായിട്ട് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇവരെ ആരെങ്കിലുമൊക്കെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ അത് ബിഗ് ബോസിന് നേട്ടമാകും എന്നെനിക്ക് തോന്നുന്നു. കാരണം ഇടയ്ക്ക് സേഫ് ഗെയിം കളിക്കാനോ അല്ലെങ്കിൽ മാറിയിരിക്കാനോ ഒന്നും ഇവരുടെ സ്വഭാവം അനുസരിച്ച് ഇവർക്ക് കഴിയത്തില്ല. അവർ പൊട്ടിത്തെറിക്കും, അവരുള്ള കാര്യങ്ങൾ പറയും. അതൊക്കെ നമുക്ക് ബിഗ് ബോസിനേക്ക് പുതിയൊരു പ്രകടനം തന്നെ കിട്ടും. പുതിയ മത്സരാർത്ഥികളെ പുതിയ ഇഷ്ടപ്പെടുന്ന ഇവരുടെയൊക്കെ അതുതന്നെയല്ല, ഇവരെല്ലാവരും ഒരു മുഖം മൂടി ധരിച്ചിട്ടുണ്ടെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ യഥാർത്ഥ മുഖവും ഇവരിൽ നിന്നൊക്കെ കാണാനും എനിക്ക് താല്പര്യമുണ്ട്. നിങ്ങൾക്ക് താല്പര്യമുള്ള വ്യക്തികളുടെ പേര് എഴുതുമല്ലോ. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത 4 വ്യക്തികളുടെ പേര് വിവരങ്ങൾ പറയാം. അപ്പോൾ അതുവരെ കാത്തിരിക്കാം. ഇനിയുണ്ടോ ഡേറ്റ്? ഓഗസ്റ്റ് ആദ്യവാരം 10-ാം തീയതിയൊക്കെ 10-3 ഒക്കെ ആയിട്ട് കാണത്തുള്ളൂ. അതുവരെ ബിഗ് ബോസിനെ പറ്റി നമുക്ക് എന്തെങ്കിലുമൊക്കെ പറയണ്ടോ? ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളിലേ പറയാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങളൊന്ന് ക്ഷമിക്കുക, എല്ലാവരുടെയും കൂടെ പേര് ആദ്യമേ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ പുതിയ വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും എത്തും. ഓക്കെ, ബൈ.